നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മളെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രത്യേക കാറ്റഗറിയിലെ കുറച്ച് വീഡിയോസ്, അതായത് ധനാകർഷണ യന്ത്രത്തിനെ കുറിച്ചിട്ട്, മറ്റേ വാരഫലത്തിനെ കുറിച്ചിട്ട്, പിന്നെ കുറേ നമ്പൂതിരിമാർ നടത്തുന്ന കുറച്ച് പ്രഭാഷണങ്ങൾ. ഇവരെല്ലാം ഈ വീഡിയോ ഇടുന്നത് യൂട്യൂബ് വരുമാനത്തിനാണ്, അല്ലേ? ഒരു വരുമാനം ആഗ്രഹിച്ചിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരും ഇടുന്നത്, അല്ലാണ്ട് എൻ്റർടൈൻമെൻറ്റിനോ ലോകം നന്നാക്കാനോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത് അവരെ ജോലി, അത് അവരെ വിട്ടേക്കുക, അത് പ്രശ്നമൊന്നുമില്ല. അതിന് നമ്മളൊന്നും പറയാനൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനടിയിൽ വരുന്ന കമൻസ്, ഇതിൽ കമൻ്റ് ഇടുകയാണ് ഇവർ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. അതായത് ഒരു വിദ്യ, ഒരു മനക്കാട്ടിലത്തെ നമ്പൂരി, എന്തോ ഒരു നമ്പൂരി നടത്തുന്ന ഒരു വിദ്യയാണ്. ആരെയും ആകർഷിക്കാൻ പറ്റും ഈ വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്. അതെന്തോ ആയിക്കോട്ടെ, അവരെന്തോ ചെയ്തോട്ടെ, ആ വീഡിയോ എന്തോ ആയിക്കോട്ടെ, ആ വീഡിയോനെ കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. അവർ പറയുന്ന ഒരു കമൻറ്റ്, അതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഒരു വ്യക്തി ഇട്ട കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുമേനി എൻ്റെ ബിസിനസ് സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടത്തിലാണ്. അപ്പം നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ നക്ഷത്രം ഇന്നതാണ്, നിങ്ങളൊന്ന് ഇതിനെക്കുറിച്ചിട്ടൊന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഒരു കമൻറ്റ്. രണ്ടാമത്തെ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരുപാട് കമൻറ്റ് ഉണ്ട്, അതിൽ കുറച്ച് കമൻറ്റ് ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ രണ്ടാമത്തെ കമൻറ്റ്, SLCൻ്റെ ഇത് റിസൾട്ട് വരാൻ വേണ്ടി പോയില്ലേ, അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷെ അതിന് മുമ്പ് കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതാണ്, റിസൾട്ട് വരാൻ പോവുകയെന്ന് തിരുമേനി, അതുകൊണ്ട് എൻ്റെ ഹോൾ ടിക്കറ്റ് വെച്ചാൽ പയ്യൻ്റെ ഇതാണ് നമ്പർ, അപ്പോൾ ഇതൊന്ന് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കണം പയ്യൻ ജയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കോമഡി കമൻറ്റ്, അതായത് ഈ ചങ്ങായി പോയിട്ട് ലോട്ടറി എടുത്തു, എന്നിട്ട് ആ ലോട്ടറിയെ ഒരു ഭാഗ്യം, ലോട്ടറി എടുത്തിട്ട് ഈ ചങ്ങായി ആ ലോട്ടറീൻ്റെ നമ്പർ വെച്ചിട്ട്, തിരുമേനി ഈ ലോട്ടറി നമ്പർ വെച്ചിട്ടൊന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം, എനിക്ക് ലോട്ടറി അടിക്കാനാണ്. അല്ല, ഇവന്മാരെല്ലാം എന്നാ ചെയ്യേണ്ടത്, എന്ത് ശിക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും മണ്ടന്മാരായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പയ്യൻ, ഈ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന പയ്യൻ പഠിക്കാണ്ട് ഈ പൂജാരീൻ്റെ അടുക്ക കൊണ്ടുപോയിട്ട് എന്ത് പറയുന്നു, പൂജാരി ഇതാണ് ചെക്കൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പർ, നിങ്ങളൊന്ന് ഒരു നല്ലൊരു ഹോമം അങ്ങ് നടത്തിക്കോ, സ്റ്റഡി ലീവിന് പഠിക്കൊന്നും ചെയ്യണ്ട, ഇതിനെ ഹോമത്തിന് ഇരുത്തിയാൽ ഈ പയ്യൻ ജയിക്കോ ഇല്ലയോ? കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ പോരെ ഈ പയ്യൻ തുന്നം പാടുന്നുള്ളത്. പിന്നെ എഴുതിയ പരീക്ഷയിൽ ഫുൾ A+ കിട്ടണം, ഒരു പഠിച്ചതിനല്ലേ ഇപ്പോൾ മാർക്ക് കിട്ടുമല്ലോ. ഈ പൂജാരി പൂജിച്ചതിനെ കൊണ്ട് മാർക്ക് കിട്ടുമോ? അതെന്തെന്ന് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ള സംഭവത്തിൻ്റെ ഈ പൂജാരിമാരെല്ലാം നിർത്തിയിട്ട് പരീക്ഷിക്കണം. ശരിക്കും പറഞ്ഞാൽ അതാ വേണ്ട, പരീക്ഷിക്കണം. ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം നിർത്തുക, എന്നിട്ട് പരീക്ഷിക്കുക, എന്നിട്ട് അതിൽ പാസ്സാവുമോ എന്നുള്ളത് നോക്കുക. ഇവന്മാരെല്ലാം എന്താ കാണിച്ചു കൂട്ടുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ രാജ്യവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും മറ്റേ ശാസ്ത്രീയപരമായിട്ടും എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുക. ഇവിടെ മാത്രമുണ്ട് കുറേ പൊട്ടന്മാർ, മണ്ടന്മാർ, മരമണ്ടന്മാർ. എടോ, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനായിട്ട്. ഇത് ഇതിൽ കൊണ്ടുപോയിട്ട് ഈ ഭക്തി, ഇത് മോശം കാര്യമൊന്നുമല്ല. ഒരു കോൺഫിഡൻറ്റിന് വേണ്ടി നമുക്ക് അമ്പലങ്ങളിൽ പോവാ, പ്രാർത്ഥിക്കുക, അല്ല എല്ലാം ചെയ്യുക, അതിനൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ ഇതുപോലത്തെ മണ്ടൻ ആശയങ്ങളുടെ പുറകെ പോകുന്നതിനാണ് നമ്മളെ പോലത്തെ ആളുകൾക്കെല്ലാം ദേഷ്യം വരുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ദേഷ്യം വരുന്നത് ഇതുകൊണ്ടാണ്. എന്താ ഇവരൊക്കെ കണ്ടു കൂട്ടിയത്? എങ്ങനെ ഈ ഒരു രാജ്യം മുന്നോട്ട് പോകും? ഇതിനിടയിൽ ഞാൻ യൂട്യൂബിൽ ഒരു പയ്യൻ്റെ ഒരു വീഡിയോ കണ്ടു. ഈ ചങ്ങായി എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഭാര്യക്കങ്ങായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ് വാങ്ങിയതാണ്. ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇവരെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു JCB ആക്കി മാറ്റി. ആലോചിച്ച് നോക്ക്, ആ കഴിവ് ആലോചിച്ച് നോക്ക്. ഈ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പൂജ മാത്രം നടത്തിയതിനെ കൊണ്ട് ഇതെല്ലാം നടക്കുമോ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക അതിനെ കൊണ്ട്. സ്വന്തമായിട്ട് JCB ആക്കി മാറ്റി. ഒരു പയ്യൻ മറ്റേ ഈ സയൻസ് എക്സിബിഷന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ ഇതുണ്ടാക്കി, വാഷിംഗ് മെഷീൻ. AI സാധ്യത ഉപയോഗിച്ചിട്ട് മറ്റൊരു പയ്യൻ
എന്ത് ചെയ്യുന്നു, പേരൊക്കെ മാറ്റി ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ക്ലാസ് വരെ ഇട്ടിരുന്നു AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട്. ഇതൊക്കെ പഠിക്കാണ്ട് നടക്കുമോ? അല്ല പൂജ ചെയ്തതിനെ കൊണ്ട് നടക്കുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ യൂട്യൂബിൻ്റെ താഴിലൊക്കെ വന്നിട്ട് കമൻ്റ് ഇടുന്ന ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്ത വീഡിയോൻ്റെ താഴിൽ നിങ്ങൾ വന്ന് കമൻറ്റ് വായിച്ചു നോക്കുമോ? എന്തൊക്കെ മണ്ടൻ കമൻറ്റുകളായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നറിയോ? എനിക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല. മറ്റേ അങ്ങനെയാണ് മനക്കാട്ട് തിരുമേനി മറ്റേ ചത്ത കോയിനെ അല്ല ചുട്ട കോയിനെ പറപ്പിക്കുന്നതാണ്. ഇവിടെ കഥകളിലൊക്കെ ഇതെല്ലാം ഉള്ളൂ. അതൊക്കെ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. ഈ പൂജകളെ കൊണ്ടും മറ്റേ ഇതെല്ലാം കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരാളുണ്ട്, ഒരു എക്സ്, നമുക്ക് ഇതെടുക്കാം. എക്സ് വൈയും ഭയങ്കര ശത്രുക്കളാണ്, കഥയാണ്, ഭയങ്കര ശത്രുക്കളാണ്. അപ്പോൾ എക്സും ഭയങ്കര ദൈവവിശ്വാസിയാണ്, വൈയും ഭയങ്കര ദൈവവിശ്വാസി. ഇവർ രണ്ടാളും ഭയങ്കര ദൈവവിശ്വാസികളാണ്. ഭയങ്കര ദൈവവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവവിശ്വാസികൾ. അത്രയും ഭക്തിയാണ് അവർക്ക്. നീ ആയിരിക്കുക. ഇവർ രണ്ടാളും തമ്മിൽ ശത്രുക്കളാണ്. അപ്പോൾ എക്സ് എന്ത് ചെയ്യുന്നു, ഒരു ശത്രു സംഹാര പൂജ നടത്തുന്നു. വൈ ഒന്ന് തീർന്നു കിട്ടണമെന്ന് പറഞ്ഞു. വൈ എന്ത് ചെയ്യുന്നു, അതേപോലെ ഒരു ശത്രു സംഹാര പൂജ ചെയ്യുന്നു. എക്സ് തീർന്നു കിട്ടണമെന്ന് പറഞ്ഞിട്ട് ദൈവം രണ്ടിനെയും കൊല്ലുമോ അല്ല ഏതെങ്കിലും ഒരാളെ രക്ഷിക്കുമോ? എന്താ ഇതിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ പോലെ. എത്ര സിമ്പിളാണ് കാര്യങ്ങൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചതിനെ കൊണ്ട് ദൈവം രണ്ടാളെയും ശിക്ഷിക്കോ അല്ല ഇത് ചെയ്യോ? അല്ല ശിക്ഷിക്കാനാണോ ദൈവം എന്ന് പറയുന്ന സംഭവം? ശിക്ഷിക്കാനാണോ ദൈവം എന്ന് പറയുന്ന സംഭവം? രക്ഷിക്കാനല്ലേ. ശിക്ഷിക്കുന്നത് ദൈവം കൂട്ടുമോ? ദൈവത്തിൻ്റെ കൂട്ടുമോ? എനിക്ക് അറിയില്ല മക്കളെ, എന്താണ് ഇവന്മാരൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നുള്ളത് എനിക്കറിയുന്നില്ല. കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഭക്തിയൊക്കെ ആവാം. പക്ഷേ ഇത് അമിതമായി കഴിഞ്ഞാൽ പ്രാന്താവും മാറുവയ്യ, നട്ടപ്രാന്തന്മാരായി മാറുവയ്യ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിൻ്റെ താഴെ ഈ കമൻ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇവന്മാരൊക്കെ എന്താണ് വെച്ചിട്ടുള്ളതെന്ന്. അത് ഒന്നും രണ്ടും കമൻ്റ് അങ്ങ് ക്ഷമിക്കുക, കുറച്ച് ആളുകളല്ലേ ഉള്ളൂപ്പാ എന്ന് വിചാരിക്കുക. ഇത് 3K കമൻ്റ് എല്ലാനാണ് ഇതേപോലത്തെ അമ്മേ നാരായണ, ദേവി നാരായണ, എൻ്റെ മോനെ രക്ഷിക്കണേ, ഞാൻ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ നമ്പൂരിമാരാണോ ദൈവം? എനിക്ക് അറിയായിട്ടാണോ എന്നറിയില്ല. ഈ നമ്പൂരിമാരാണോ ദൈവം? ഇവർ പ്രാർത്ഥിച്ചാലേ നടക്കൂലൂ. അല്ല നമ്മളൊന്നും പ്രാർത്ഥിച്ചാൽ നടക്കൂലേ? അല്ല ഞാൻ ഉണ്ടെങ്കിൽ എനിക്കും കൊണ്ടാ കുറേ പൈസ എല്ലാം അയച്ചു തന്നാൽ മതി, വഴിപാട് നടത്തിയാൽ മതി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് നോക്കാം, നമുക്ക് ആളുകളെ രക്ഷിക്കാൻ പറ്റുമെന്നല്ല ഒന്ന് നോക്കാനില്ല. അത്ര എന്തോ ആശുപത്രിയിൽ ഒന്നും ആവശ്യമില്ലല്ലോ. പൂജ ചെയ്തിട്ട് അസുഖം മാറ്റാൻ പറ്റുമെങ്കിൽ ആശുപത്രീൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവിടെ എന്തൊക്കെ വൈദ്യമുണ്ട്, അലോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്, മറ്റേ ഇതുണ്ട്, ഇംഗ്ലീഷ് വൈദ്യമുണ്ട്, എല്ലാം ഹോമിയോപ്പതി ഉണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം വെറുതെ അല്ലേ? വെറുതെ പൈസ കൊടുത്തിട്ട് ബേബി മെമ്മോറിയലിലും മിക്സിലും മറ്റേ ഇടിയെല്ലാം കൊണ്ടുപോയി ചികിത്സിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഹോമങ്ങ് നടത്തിയ കളിയാ, വെച്ച് തീർത്ത് ചാവം കിടക്കുന്ന മുമ്പ് എണീറ്റ് വരുന്ന ഹോമങ്ങ് നടത്തിയ കളിയാ. എന്തൊക്കെ അല്ല ഈ പറയുന്ന നമ്പൂരി ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ നമ്പൂരി എണീറ്റ് നിന്നിട്ട് ഹോമം കൊണ്ടെല്ലാം കത്തിച്ചിട്ട് പൂജിക്കുവാണോ ചെയ്യുക? നേരെ എടുത്ത് ആംബുലൻസ് കയറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുക ചെയ്യുക? എന്നാൽ ആലോചിച്ചാൽ മതി, ഇത്രയേ ചിന്തിക്കണ്ടു. നിങ്ങൾ എന്ത് മണ്ടത്തരാ കാണിക്കുന്നേ? കമൻറ്റ് പോയി ഇടുന്നതിന് മുമ്പ് ഒറ്റ ചിന്തിക്കുക, അവൻ്റെ തലമണ്ട നോക്കിയിട്ട് ഒരു അടി കൊടുക്കുക, എന്തെങ്കിലും ഒരു കനുവില്ല സാധനം എടുത്തിട്ട് നീ പൂജിക്കട, എന്നിട്ട് ഇതൊന്ന് മാറ്റണമെന്ന് പറയാം. അല്ലെങ്കിൽ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോകാ ചെയ്യേണ്ടേ, അല്ല പൂജിക്കുക വേണ്ടേന്ന് ചോദിക്കുക, വേറെ നമ്പൂരിനെ കൊണ്ടൊന്ന് പൂജിക്കുക വേണ്ടേന്ന് ചോദിക്കുക. തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ എന്താ ഇത് ചിന്തിക്കാത്തത്? സ്കൂളിലൊന്നും പോയിട്ടില്ലേ? പോവാത്തതാണോ? ഇനി പോയിട്ട് ഇതേപോലെ പ്രാർത്ഥിച്ച് ജയിച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതാണ് ഇത്രയും കമൻറ്റ് വരുന്നേ, ഈ മണ്ടൻ കമൻറ്റുകൾ വരുന്നത് അതുകൊണ്ടാണ്. പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന പല പണ്ട് കാലത്ത് പ്രാർത്ഥിച്ചോണ്ടിരുന്നത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. എന്താ വെച്ചാൽ ലോകത്തിലുള്ള എല്ലാവരും സുഖിക്കട്ടെ, ശാന്തി മന്ത്രം, ശാന്തി ശാന്തി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി. എന്താ വെച്ചാൽ സയൻസും ശാസ്ത്രവും കണ്ടുപിടിച്ചല്ലേ ഒരുപാട് ലോകങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗാലക്സികളുണ്ട്.
അപ്പോൾ ഒരുപാട് രോഗങ്ങളും ഉണ്ടാവാൻ ഇപ്പൊ സമസ്ത ലോക സുഖിനോ ഭവന്തു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവരതിലെല്ലാം ഈ സയൻസ് എന്ത് കണ്ടുപിടിക്കുന്നോ അതിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ഒരുത്തം പറയുന്നത് കേട്ട് ടൈം ട്രാവലിനെ കുറിച്ചിട്ട് മറ്റേ ഇതിൽ പറയുന്നുണ്ട്, പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അല്ലപ്പോ യുവന്മാര് എന്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സയൻസ് വേറെ, ഈ ഇത് വേറെ. ഇത് ഭക്തിമാർഗം പോയപ്പോൾ നിങ്ങളൊക്കെ ഒരു കാലഘട്ടം വരെ ഈ പറയുന്ന ഒരു ജാതികൾക്കും എന്ത് പറ്റിയിട്ടില്ല, അമ്പലത്തിൽ കയറാനോ ഒന്നും പറ്റിയിട്ടില്ല. അതിലാരൊക്കെയോ കോൺഗ്രസിൻ്റെയും മറ്റേ ഇവരെല്ലാം സമരമെല്ലാം ചെയ്തിട്ട്, അന്നേരം കോൺഗ്രസ്സിൽ അവർ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം തുടങ്ങി, അവരൊക്കെ സമരമെല്ലാം ചെയ്തിട്ടാണ് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം വരെ കിട്ടിയത്, എന്നിട്ട് അമ്പലത്തിൽ കയറാനെല്ലാം പറ്റിയത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം തലക്ക് ഓളം പോയാ, കിളി പോയി കഴിഞ്ഞാൽ എടാ അതെല്ലാം അവരേതായ കാര്യങ്ങളാണ്. അവരേതായ നമ്പൂരിമാരും മറ്റേവരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവരേതായ കാര്യങ്ങൾ, അവർക്ക് രക്ഷ നേടാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ലഡു, ഈ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, ഈ ലഡു എല്ലാം വാങ്ങിയിട്ട് കൊണ്ടുവരും മീറ്റിങ്ങളെ വായിൽ വെള്ളം നല്ലോണം വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ അമ്മമാര് ലഡു എല്ലാം വേറെ ഒരു പാത്രത്തിൽ അടച്ചു വെക്കും. ഇവന്മാർക്ക് ഇത് രാത്രിയാകുമ്പോൾ ഇവർക്ക് ഉറക്കം കിട്ടൂല, ഇത് തിന്നണ്ട, ഇത് സംഭവം കിട്ടാത്ത സാധനമല്ലേ. ഇവന്മാർ ഒളിച്ച്, ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടില്ലേ. എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ എണീറ്റ് ഒളിച്ചു പോയിട്ട് കട്ടെടുത്ത് തിന്നു. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇവന്മാർ നമ്പൂരിമാരും മറ്റേ ഇവന്മാരെല്ലാം കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ രാജാക്കന്മാരും കയറിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതെന്താണെന്ന് അറിയാമെന്നൊരാഗ്രഹം. അന്നേരം അവരെല്ലാം സമരം ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും കയറി തുടങ്ങി, അവരതെല്ലാം വിട്ടുപോയി. അല്ല ആലോചിച്ച് നോക്കി, ഇവന്മാർ എന്തിനു ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എഴുതി വെച്ച് അതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടേ തത്വമസീന്ന്, ഞാൻ തന്നെയാകുന്നു നീന്ന്. പിന്നെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് കുന്താ പ്രാർത്ഥിക്കേണ്ടത്? ഏറ്റവും വലിയ അറിവുള്ള ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ്. എന്ത് നീ തന്നെയാണ് എല്ലാം. നീ വായിക്കുന്ന ബുക്കിലെ ചാത്തനും രാക്ഷസനും അസുരനും ദേവനും എല്ലാം നീ തന്നെയാണ്. നീ തന്നെയാണ് ഈ ലോകം നശിപ്പിക്കുന്നത്. അതാണ് ആടെ എഴുതി വെച്ച്. നീ തന്നെയാണ് ഈ ലോകം മൊത്തം നശിപ്പിക്കുന്നത്, നീ തന്നെയാണ് രക്ഷിക്കുന്നതും നീ തന്നെയാണ്, എല്ലാം നീ തന്നെയാണ്. നീയേ ഉള്ളൂടാ, നീ ഉണ്ടാക്കി വെച്ചതാ ബാക്കിയില്ല എല്ലാ സംഭവവും. അതാണ് അതിൽ പ്രതിപാദിപ്പിക്കുന്നത്. തത്വമസി, നീ തന്നെയാണ് എല്ലാം നശിപ്പിക്കുന്നതും നീ, രക്ഷിക്കുന്നതും നീ, ഇല്ലാണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം നീയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ളവർ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ടൈം ട്രാവൽ കണ്ടുപിടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാം നശിപ്പിക്കുന്നത്, ഉണ്ടാക്കുന്നത്. ഇല്ല കോപ്രായത്തങ്ങൾക്ക് എല്ലാം കാരണം മനുഷ്യന്മാരാണ്. ഏതെങ്കിലും ഒരു ജീവി ഇവിടെ നശിപ്പിക്കുന്നുണ്ടാ? ഉള്ള കാടും ഇതല്ല. ഇനിയിപ്പോൾ ശബരിമല വെട്ടി തെളിപ്പിച്ചിട്ട് ഒരു എയർപോർട്ട് ഉണ്ടാക്കാനേ പോലും പോകുന്നു ആടെ ഭക്തജനങ്ങൾക്ക്. എല്ലാവരും ആർക്കും ആചാരം എന്താ? കാനനവാസനാണ്. കാട്ടിൽ തപസ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സങ്കല്പമാണ് അത്. അപ്പോൾ കാടല് ആടെ വേണ്ടത്. വെട്ടിത്തെളിച്ച് കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കി ആടെ നിറച്ച് വെച്ചിട്ട് എന്ത് കാനനവാസന പിന്നെ ഉണ്ടാവും ആടാ? അയാളൊന്നും അടി ഉണ്ടാവില്ല, എല്ലാം എണീറ്റ് പോയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. മനസ്സിലാക്കുക മക്കളെ, ചിന്തിക്ക്. ഒരാവാസ വ്യവസ്ഥ തകർത്തിട്ടല്ല ആടെ ഭക്തി ഉണ്ടാക്കേണ്ടത്. ആടത്തെ ആചാരം കാനനവാസനാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഈ ബ്രഹ്മചര്യ വ്രതത്തിൽ ജീവിക്കുന്ന ഒരു ഡൈറ്റിയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രധാനമായ ആചാരം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പോട്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കാട് വെട്ടിത്തെളിച്ചിട്ട് നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തോടെ കാനനവാസന. അതിൻ്റെ ചുറ്റും എവിടെയ? അതിൻ്റെ പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം കാടില്ല. അപ്പുറത്തും ഇപ്പുറത്തും കാടില്ല, ആടെ പോയി നിൽക്കും അയാൾ. ഈ ചുറ്റുവട്ടത്ത് കാടുണ്ടാ? എവിടെയുണ്ടാ? ഇല്ല, എല്ലാം നിങ്ങൾ വെട്ടിത്തെളിച്ച് കോൺക്രീറ്റ് ആക്കി മാറ്റി. പിന്നെ എവിടെയാണ് ആടെ കാനനവാസൻ? വ്രതം എടുത്തു പോകുന്നവന് ഇപ്പുറത്തേക്കൂടെ ഒരു വഴി, വ്രതം എടുക്കാണ്ട് പോകുന്നവന് ഇപ്പുറത്തേക്കൂടെ ഒരു വഴി എല്ലാം ആക്കിയിട്ടില്ല നിങ്ങൾ. പിന്നെ എന്നിട്ട് ആചാരത്തിനെ കുറിച്ചിട്ട് എന്ത് ഉണ്ടാന്ന് ഏലം പറയുന്നു അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്? അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുന്നു. ഇതെല്ലാം മണ്ടത്തരല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ എല്ലാം നശിപ്പിക്കുക. എന്നിട്ട് ആടെ എഴുതിയും വെച്ചിട്ടുണ്ട് തത്വമസീന്ന്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനാ മക്കളെ എഴുതി വെച്ചിനി. നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം നശിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെയാണിത്. മണ്ടന്മാരാ നിങ്ങൾ എഴുതി വെച്ചതാ തത്വമസി. മണ്ടന്മാര് നിങ്ങളാണ് ഏറ്റവും വലിയ മണ്ടന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ.
അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലല്ലോ നിങ്ങൾക്ക്. യൂട്യൂബിൻ്റെ തായാലും അമ്മേ നാരായണ, ദേവി നാരായണ, യോഗേ നാരായണ, കൃഷ്ണ, മുകുന്ദ, ജനാർദ്ദന എന്ന് വെച്ചതിനെ കൊണ്ടുപോകും ഒരു പുല്ലും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. സത്യം ഒരു മൊയ്തും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക്. നിങ്ങളെ നമ്പൂരിൻ്റെ കുണ്ടി പിടിച്ചതിനെ കൊണ്ട് ഒന്നും ഒരു കാര്യമില്ല മക്കളെ. നിങ്ങൾ ചെയ്താ നിങ്ങൾക്കുണ്ട്. പണിയെടുത്ത് നോക്ക്. 500 രൂപ ഡെയിലി കിട്ടുന്ന ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ സുഖസന്തോഷത്തോടെ 3 നേരം ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ 2 പെഗ് അടിച്ചോ, കുഴപ്പമില്ല. സുഖസുന്ദരമായിട്ട് ജീവിക്കാം. കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെയും പോയിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക. ദിവസം 500 രൂപേൻ്റെ പണിയെടുത്താൽ മതി മക്കളെ. പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് എൻ്റെ വീഡിയോൻ്റെതായാലും വന്നിട്ട് നീയെല്ലാം കമൻ്റ് ഇടുമ്പോൾ മറ്റവനാ നീ മറ്റേ മാർക്കിസ്റ്റാണെന്നും മറ്റേ എത്തിസ്റ്റാണെന്നെല്ലാം പറഞ്ഞിട്ട് യുക്തിവാദിയാണെന്നെല്ലാം പറഞ്ഞ് കമൻ്റ് ഇടും. ആലോചിച്ച് നോക്കടാ, ആലോചിച്ച് നോക്ക്. കമൻ്റ് ഇടുന്നതിന് മുമ്പിൽ ഒന്നും നീ ഒന്നല്ല കുത്തിരുന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് നിൻ്റെ വീട്ടിലിരുന്നിട്ട് വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് മര്യാദയ്ക്ക് പണിയെടുത്തിട്ട് ജീവിക്കുന്നെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? അല്ലെങ്കിൽ ആ കണ്ടോൻ്റെ വീഡിയോൻ്റെതായാലും പോയിട്ട് അമ്മേ നാരായണ ഇട്ടാൽ എന്തെങ്കിലും കിട്ടുമോ? അമ്പലത്തിൽ പോയി കുറേ പൈസ ഇട്ടുകൊണ്ട് ഇത് കയ്യിലുള്ള പൈസ നശിക്കുന്നല്ലാണ്ട് നിനക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാ? ഈ സാധനം എന്തെങ്കിലും ഇതുവരെ തന്നിട്ടുണ്ടാ? പണ്ട് നമ്മൾ പറയലുണ്ടായിന് കോൾഗേറ്റിൻ്റെ പരസ്യമാണ് പണ്ട് മുതൽ. ഈ കോൾഗേറ്റ് തേച്ച് കഴിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തിന് പല്ലിന് കേട് കംപ്ലൈൻറ്റ് ഇല്ലാണ്ടുണ്ടാ? കോൾഗേറ്റ് വേസ്റ്റ് എടുത്തിട്ടാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കോൾഗേറ്റ് വേസ്റ്റാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരുത്തിന് പല്ലിന് കംപ്ലൈൻറ്റ് ഇല്ലാണ്ടുണ്ടാ? എത്ര ദന്ത ഡോക്ടർ ഇവിടെ വന്നു കഴിഞ്ഞു ടൗണിലല്ലോ. അതെന്താ ഈ കോൾഗേറ്റ് കഴിച്ചാൽ പല്ലുവേനാവുമെങ്കിൽ ഇത് സംഭവം ഇത്രയേ ഉള്ളൂടോ അമ്പലവും കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി അങ്ങ് ബെസ്റ്റിന് നിന്റെ വീട്ടിൽ തന്നെ ഇരുന്നോ നീയല്ലോ. നീ അല്ല നീൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് എഴുതി വെച്ച് നീ പറഞ്ഞത്. അവരെല്ലാം ഭയങ്കര അറിവുള്ളവരല്ലേ. അല്ല ഞാൻ എന്നെ പോലെയല്ലല്ലോ, എന്നെ കാട്ടിയെല്ലാം എത്രയോ അറിവുള്ളവരല്ലേ ശ്രീനാരായണ ഗുരുവല്ലോ. അപ്പോൾ ആ പുള്ളി കണ്ണാടി പ്രദർശിച്ചിട്ടുണ്ട്. പിന്നെ അതും ചിന്തിച്ച് നടന്നാൽ പോരോ മക്കളെ. എന്തിനാ വെറുതെ ഈ പരിപാടിക്ക് പോകുന്നു? എന്താ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത്, തലയിൽ കയറാത്തതെന്നുള്ളതാണ്. സിമ്പിളല്ലേ കാര്യമോ? അവന്മാർ അത്രയും അറിവുള്ളവർ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങളായിട്ട് അയാളെ തന്നെ ദൈവാക്കിക്കരുതില്ലേ നിങ്ങൾ? ഈ പറഞ്ഞു തന്നവനെ പിടിച്ച് ദൈവാക്കുന്ന ടീമല്ലേ നിങ്ങൾ? അത് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടും, നിനക്ക് അറിയില്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കഴിഞ്ഞ വീഡിയോ ഇതേപോലെ എന്തോ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ എത്ര കമൻറ്റ്. മണ്ടന്മാരാ നിങ്ങൾ, ഇത്രയേ ഉള്ളൂ അല്ലേ? അയ്യയ്യയ്യയ്യേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കുറച്ച് ആളുകൾ കണ്ടിട്ട് ഈ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ കിട്ടും. മണ്ടന്മാരാണെങ്കിലും നിങ്ങൾ ആ ഒരു ഉപകാരം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളോട് പ്രത്യേക നന്ദിയുണ്ട്, ഭയങ്കര നന്ദിയുണ്ട്, പെരുത്ത് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലത്തെ ആൾ എന്നും ഉണ്ടാവണം, എന്നാലേ നമുക്കെല്ലാം നമ്മളെ പോലത്തെ ആൾക്ക് എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.